ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSCയുടെ ഇലക്ട്രീഷ്യൻ എക്സാം ഡേറ്റ് വന്നിട്ട് November 25 ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി കൺഫർമേഷൻ കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ബേസിൽ നമ്മളൊരു 70 ഡേയുടെ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൽ മൊഡ്യൂൾ 1 കഴിഞ്ഞ ആഴ്ച നമുക്ക് മൊഡ്യൂൾ 1 പഠിക്കാനുള്ളതായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും പഠിച്ച് കാണും. അതിൻ്റെ എക്സാം ഇന്ന് 3 മണിക്ക് അൺഅക്കാഡമിയിലാണ്, ലൈവായിട്ടാണ് എക്സാം വരുന്നത്. അപ്പോൾ ഒരു ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു 60 ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ലൈവായിട്ട് വന്ന് എക്സാം അറ്റൻഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും വരും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. ഇനി അടുത്ത ആഴ്ച നിങ്ങൾക്ക് പഠിക്കാനുള്ള മൊഡ്യൂൾ 2 ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ടോപ്പിക് വൈസ് മൊഡ്യൂൾ 2 ഇത്രയും പോർഷൻസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. മൊഡ്യൂൾ 2 ഓംസ് ലോ, ക്രിച്ച്ഹോഫ് ലോ, എഫക്റ്റ് ഓഫ് വേരിയേഷൻ ഓഫ് ടെമ്പറേച്ചർ ഓൺ റെസിസ്റ്റൻസ്, കെമിക്കൽ ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, ലോസ് ഓഫ് റെസിസ്റ്റൻസ്, സെൽസിനെ കുറിച്ചും അതേ കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാനുള്ള മൊഡ്യൂൾ 2. നമുക്ക് ഓരോ പോർഷൻസ് നിങ്ങൾ വളരെ ഡീപ്പായിട്ട് തന്നെ പഠിക്കാം. നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ, നമ്മുടെ ഡിപ്ലോമ ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 2 ആണ് നമുക്ക് അടുത്ത ആഴ്ച പഠിക്കാനുള്ള പോർഷൻസ്. അപ്പോൾ അതിൻ്റെ എല്ലാം നമ്മൾ തിയറി ക്ലാസ് നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ അയക്കുന്നുണ്ട്. ഓരോ ക്ലാസ്സും വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച പോർഷൻസാണ് നമ്മൾ അയക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് ആയവർക്ക് ആ ഗ്രൂപ്പിൽ നമ്മുടെ 70 ഡേയുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ആവാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ബേസിൽ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് നമ്മുടെ മൊഡ്യൂൾ 2 വരുന്ന ഒരു പോർഷനാണ് സെൽസ്. വളരെ ഇമ്പോർട്ടൻറ്റ് പോർഷനാണ്. അതിൽ നിന്ന് നമുക്ക് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഷുവർ പ്രതീക്ഷിക്കാം ഈ ഒരു ടോപ്പിക്കിൽ നിന്ന്. ഈ മൊഡ്യൂൾ 2 ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് സെൽസിൽ നിന്ന് എന്തായാലും 1-2 മാർക്കിന് നമുക്ക് ഏതൊരു എക്സാമിന് സബ് എഞ്ചിനീയർ മുതൽ ITI ലെവലിലുള്ള ഇലക്ട്രിക്കലിൻ്റെ ഏതൊരു എക്സാംസിനും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, അപ്പോൾ അത് പഠിക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നോമിനൽ വോൾട്ടേജ് ഫോർ ലെഡ് ആസിഡ് സെൽ. ലെഡ് ആസിഡ് സെല്ലിൻ്റെ നോമിനൽ വോൾട്ടേജ് എത്ര? 24 വോൾട്ട്, 2 വോൾട്ട്, 1.4 വോൾട്ട്, 12 വോൾട്ട്. എത്രയാണ് ലെഡ് ആസിഡ് സെല്ലിൻ്റെ നോമിനൽ വോൾട്ടേജ് ഓഫ് ലെഡ് ആസിഡ് സെല്ല്? ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് വന്നിട്ട് ഇറ്റ് ഇസ് 2.2 വോൾട്ട് വരും. ഇറ്റ് ഇസ് ഓപ്ഷൻ 2 ആണ്, 2 വോൾട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സിലബസിൽ പ്രൈമറി സെൽസിനെ കുറിച്ചും സെക്കൻഡറി സെൽസിനെ കുറിച്ചും ഓരോ സെൽസിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് തന്നിട്ടുണ്ട്. അതിൻ്റെ വോൾട്ടേജ് തന്നിട്ടുണ്ട്. കാർബൺ സിങ്ക് ടൈപ്പ് പ്രൈമറി സെൽസ് കാർബൺ സിങ്ക് ടൈപ്പാണ്. അതിൻ്റെ നോമിനൽ വോൾട്ടേജ് 1.5. സിംഗിൾ ക്ലോറൈഡ് ആണെങ്കിൽ 1.5, മാഗ്നീസ് ആൽക്കലൈൻ ആണെങ്കിൽ 1.5, സിൽവർ ഓക്സൈഡ് 1.5, ലിത്തിയം ആണെങ്കിൽ 2.95, മെർക്കുറി 1.35. സെക്കൻഡറി സെല്ല് വരുന്നതാണ്. ഫസ്റ്റ് വൺ ലെഡ് ആസിഡ് സെൽ ആണെങ്കിൽ 2.2 വോൾട്ട്, നിക്കൽ അയൺ എഡിസൺ സെല്ലാണ് 1.36, നിക്കൽ കാഡ്മിയം 1.25, സിൽവർ സിങ്ക് 1.86, സിൽവർ കാഡ്മിയം 1.1. ഓക്കെ, ഇപ്പോൾ ഓരോ സെൽസിനെ നോമിനൽ വോൾട്ടേജ് പഠിക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ നോമിനൽ വോൾട്ടേജ് ഓഫ് എ ഗിവൺ ബാറ്ററി ഈസ് 1.2 വോൾട്ട്, അങ്ങനെയാണെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് സെല്ലായിരിക്കും? ലിഥിയം ആണോ, ലെഡ് ആസിഡ് ആണോ, നിക്കൽ കാഡ്മിയം ആണോ, സിങ്ക് സിൽവർ ഓക്സൈഡ് ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ സി ആണ്, നിക്കൽ കാഡ്മിയം. ഞാൻ ഓരോന്നും ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടൻറ്റ് ടേബിളാണ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഇഷ്ടംപോലെ ചോദിക്കാറുണ്ട്. ഡിഫറെൻറ്റ് സെൽസും അതിൻ്റെ പോസിറ്റീവ് ആനോഡും കാഥോഡും ഇലക്ട്രോളൈറ്റും അതിൻ്റെ റേറ്റഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ കാർബൺ സിങ്ക് അല്ലെങ്കിൽ ലെക്ലാൻഷ്യസ് സെല്ല് പ്രൈമറിയിൽ വരുന്നതാണ്. അതിൻ്റെ ആനോഡ് വന്നിട്ട് സിങ്ക് ആണ്, കാഥോഡ് കാർബൺ അല്ലെങ്കിൽ MnO2, ഇലക്ട്രോളൈറ്റ് മിക്സ്ചർ ഓഫ് NH4Cl സിങ്ക് ക്ലോറൈഡ്. അതിൻ്റെ റേറ്റഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് വന്നിട്ട് 1.5 വോൾട്ടാണ്. രണ്ടാമതാണ് കാർബൺ സിങ്ക് അല്ലെങ്കിൽ സിങ്ക് ക്ലോറൈഡ് സെല്ല് പ്രൈമറി സെല്ലാണ്. ആനോഡ് സിങ്ക് ആണ്, കാഥോഡ് വന്നിട്ട് കാർബൺ അല്ലെങ്കിൽ MnO2, ഇലക്ട്രോളൈറ്റ് സിങ്ക് ക്ലോറൈഡ്. 1.5 വോൾട്ടാണ് റേറ്റഡ് ഔട്ട്പുട്ട് വോൾട്ടേജ്. അടുത്ത് ആൽക്കലൈൻ അല്ലെങ്കിൽ ആൽക്കലൈൻ മാഗ്നൈറ്റ് സെല്ല് പ്രൈമറി ആണ്, റീചാർജബിൾ ആണ്. ആനോഡ് വന്നിട്ട് സിങ്ക് ആണ്, കാഥോഡ് മാഗ്നീസ് ഡയോക്സൈഡ്, ഇലക്ട്രോളൈറ്റ് അക്വസ് സൊല്യൂഷൻ ഓഫ് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. വോൾട്ടേജ് റേറ്റഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് 1.5 വോൾട്ട്. അടുത്ത മെർക്കുറി ഓക്സൈഡ് സെല്ല് പ്രൈമറി ആണ്, ആനോഡ് സിങ്ക്, കാഥോഡ് മെർക്കുറിക് ഓക്സൈഡ്, ഇലക്ട്രോളൈറ്റ് അക്വസ് സൊല്യൂഷൻ ഓഫ് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ഓർ സോഡിയം ഹൈഡ്രോക്സൈഡ്. അതിൻ്റെ റേറ്റഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് 1.35 വോൾട്ട്. സിൽവർ ഓക്സൈഡ് സെല്ല് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത് പ്രൈമറിയിലാണ്. ആനോഡ് വന്നിട്ട് സിങ്ക്, കാഥോഡ് Ag2 സിൽവർ ഓക്സൈഡ്, ഇലക്ട്രോളൈറ്റ് അക്വസ് സൊല്യൂഷൻ ഓഫ് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ഓർ സോഡിയം ഹൈഡ്രോക്സൈഡ്. 1.5 വോൾട്ടാണ്. അത് നിക്കൽ കാഡ്മിയം റീചാർജബിൾ അല്ലെങ്കിൽ സെക്കൻഡറി ആണ്. കാഡ്മിയം ആണ് ആനോഡ്, കാഥോഡ് നിക്കൽ ഹൈഡ്രോക്സൈഡ്, ഇലക്ട്രോലൈറ്റ് അക്വസ് സൊല്യൂഷൻ ഓഫ് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ്. വോൾട്ടേജ് നോമിനൽ ഔട്ട്പുട്ട് വോൾട്ടേജ് 1.2 വോൾട്ട്. അടുത്ത ലിഥിയം മാഗ്നീസ് അതും പ്രൈമറി ആണ്. ആനോഡ് ലിഥിയം, കാഥോഡ് വന്നിട്ട് അയണിനെ അല്ലെങ്കിൽ മെറ്റാലിക് പാർട്സ് മെറ്റാലിക് ഓക്സൈഡ്സ് ഓർ സൾഫൈഡ്സ്. ഓർഗാനിക് ഇൻഓർഗാനിക് വാട്ടർ ആണ് ഇലക്ട്രോലൈറ്റ്. 3 വോൾട്ട് ടു 6 വോൾട്ട് വരെ വരാം വോൾട്ടേജ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞെടുത്ത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. In order to increase the ampere hour rating of a battery, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. In order to increase the ampere hour rating of a battery, cells are conducted in സീരീസ് ആണോ, പാരലൽ ആണോ, സീരീസ് പാരലൽ സ്റ്റാർ ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ്, പാരലൽ ആണ്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ടർ ഈസ് ഡീകമ്പോസ്ഡ് ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ബൈ മീൻസ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ബൈ ദ മെത്തേഡ് ഓഫ് ഇലക്ട്രോളിസിസ് ആണോ, ഇലക്ട്രിക് ഹീറ്റർ ആണോ, ഇലക്ട്രോഡ് പ്ലേറ്റിംഗ് ആണോ? വാട്ടർ ഡീകമ്പോസ് ചെയ്ത് ഹൈഡ്രജനും ഓക്സിജനുമായി മാറി
ബൈ മീൻസ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ബൈ ദ മെത്തേഡ് ഓഫ് ഏത് മെത്തേഡാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ എ ആണ്, ബൈ ദ മെത്തേഡ് ഓഫ് ഇലക്ട്രോളിസിസ്. എന്താണ് ഇലക്ട്രോളിസിസ് എന്ന് വെച്ചാൽ? ഒരു കെമിക്കൽ ചേഞ്ച്, നമ്മുടെ ഇലക്ട്രോലൈറ്റിൽ ഒരു കെമിക്കൽ ചേഞ്ച് ഉണ്ടാവുകയാണ്. നമ്മൾ അതിൻ്റെ കൂടെ ഒരു ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ ഒരു കെമിക്കലായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവുകയാണ്. പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രോളിസിസ് എന്ന് വെച്ചാൽ വെനവർ ഒരു DC ഇലക്ട്രിക് കറണ്ട് നമ്മളൊരു സൊല്യൂഷൻ ഓഫ് സോൾട്ടിൽ പാസ് ചെയ്യുമ്പോൾ ചില മെറ്റൽസ് എന്ത് ചെയ്യും? സെപ്പറേറ്റ് ആവും. അതായത് നമ്മൾ വാട്ടർ എന്ന് പറയുന്ന ഡീകമ്പോസ് ഇൻറ്റു ഹൈഡ്രജനും ഓക്സിജനുമായി മാറുകയാണ് ബൈ മീൻസ് ഓഫ് ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പോൾ. നമ്മൾ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത് ഇതാണ്. ഇലക്ട്രോ ഹീറ്റിംഗ് എന്ന് പറയുന്നത്, ഇലക്ട്രിക് ഹീറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കൽ എനർജി തിരിച്ച് കൺവേർട്ട് ചെയ്ത് ഹീറ്റ് എനർജിയായി മാറുന്നതാണ്. എവിടെയൊക്കെയാണ്? ഈ സ്പേസ് ഹീറ്റിംഗ്, കുക്കിംഗ്, വാട്ടർ ഹീറ്റിംഗ്, ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിൽ ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു മെറ്റലിൻ്റെ പുറത്ത്, ഒരു മെറ്റാലിക് അല്ലെങ്കിൽ നോൺ മെറ്റാലിക് സർഫസിൻ്റെ മുകളിൽ വേറൊരു മെറ്റൽ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുക, കോട്ട് ചെയ്യുക. നമ്മൾ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, മെയിൻലി എന്തിനു വേണ്ടിയായിരിക്കും? ടു പ്രൊട്ടക്ട് മെറ്റൽസ് ഫ്രം കൊറോഷൻ ബൈ അറ്റ്മോസ്ഫിയറിക് എയർ, മോയ്സ്ചർ, കാർബൺ ഡൈ ഓക്സൈഡ്. അതിനൊക്കെ വേണ്ടി നമ്മൾ ഇലക്ട്രോ പ്ലേറ്റിംഗ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 4 cells each of 2 വോൾട്ടും 4 ആംപിയർ അവർ ആർ കണക്റ്റഡ് ഇൻ പാരലൽ. ദ നെറ്റ് വോൾട്ടേജ് ഓഫ് ദി സെൽ ഇസ് ഓക്കെ. 2 വോൾട്ടും ഉണ്ട്, 4 ആംപിയർ അവറും ഉണ്ട്. പാരലൽ ആയിട്ടാണെങ്കിൽ നെറ്റ് വോൾട്ടേജ് എന്തായിരിക്കും നെറ്റ് വോൾട്ടേജ് വരുന്നത്? ദാറ്റ് ഈസ് ഓപ്ഷൻ ബി 2 വോൾട്ട് ആണ്. അതായത് നമ്മൾ എത്ര സെൽസ് പാരലായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ, അക്രോസ് ബാറ്ററി പാരലായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നെറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത്, ബാറ്ററി അക്രോസ് പോകുന്ന നെറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഈക്വൽ ടു ഏറ്റവും ലോവസ്റ്റ് വോൾട്ടേജ് സെല്ലിന് ഈക്വൽ ആയിരിക്കും സെൽസ് പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ. ഇവിടുത്തെ 2 വോൾട്ട് ഉണ്ട്, 4 ആംപിയർ. ഇവിടെ അപ്പം ഏറ്റവും കുറവുള്ള ഏതായിരിക്കും? ലോവസ്റ്റ് വോൾട്ടേജ് സെൽസ് 2 വോൾട്ട് ആയിരിക്കും. അപ്പോൾ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യണമെങ്കിൽ നെറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ദ ആൽജിബ്രിക് സം ഓഫ് ദി വോൾട്ടേജ് അക്രോസ് ഈച്ച് സെൽ. നമ്മൾ സം ചെയ്യണം സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ. ഓക്കെ, അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദി കളർ ഓഫ് നെഗറ്റീവ് പ്ലേറ്റ് ഓഫ് ലെഡ് ആസിഡ് ബാറ്ററി അണ്ടർ എ ഫുള്ളി ഡിസ്ചാർജ്ഡ് കണ്ടീഷൻ? ഇത് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഫുള്ളി ഡിസ്ചാർജ്ഡ് കണ്ടീഷനിൽ ലെഡ് ആസിഡ് ബാറ്ററിയുടെ നെഗറ്റീവ് പ്ലേറ്റിൻ്റെ കളർ എന്താണ്? ഡാർക്ക് ചോക്ലേറ്റ് ബ്രൗൺ ആണോ, ഗോൾഡിഷ് ബ്രൗൺ ആണോ, പ്യൂർ വൈറ്റ് ആണോ, സ്ലേറ്റ് ഗ്രേ ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ സി ആണ്, പ്യൂർ വൈറ്റ്. ലെഡ് ആസിഡ് ബാറ്ററി മേലെ പോസിറ്റീവ് പ്ലേറ്റ് വന്നിട്ട് PbO2 ആണ്, ലെഡ് ഓക്സൈഡ്. അതെന്താണ്? ഡിപ്പോസിറ്റ് ഓൺ എ ഗ്രിഡ് ഫ്രെയിം ഓഫ് ആൻറ്റിമണി ലെഡ് അലോയ്. ബാറ്ററി ഫുള്ളി ചാർജ് ആവുന്ന കണ്ടീഷനിൽ നമ്മുടെ പോസിറ്റീവ് പ്ലേറ്റ് എന്ത് കണ്ടീഷൻ, അപ്പോൾ എന്ത് കളറാവും? അത് ഓർക്കുക, പോസിറ്റീവ് പ്ലേറ്റ് ഡാർക്ക് കളറാവും. ഓക്കെ, ബാറ്ററി ഫുള്ളി ചാർജ്ഡ് കണ്ടീഷനിൽ. ഓക്കെ, നെഗറ്റീവ് പ്ലേറ്റ് ആണെങ്കിൽ ലെഡ് ആണ്, അത് ഗ്രിഡ് ഫ്രെയിമിൽ ഡിപ്പോസിറ്റ് ചെയ്യും. ബാറ്ററി ഫുള്ളി കണ്ടീഷൻ ആവും, ചാർജ്ഡ് കണ്ടീഷൻ ആകുമ്പോൾ നെഗറ്റീവ് പ്ലേറ്റ് ആണെങ്കിൽ ഗ്രേ കളറിലോട്ട് പോകും. ബാറ്ററി ഫുള്ളി ഡിസ്ചാർജ്ഡ് ആണെങ്കിൽ നെഗറ്റീവ് പ്ലേറ്റ് പ്യുവർ വൈറ്റിലോട്ടും പോകും. ഓക്കെ, അപ്പോൾ ഈ 2 കണ്ടീഷൻസും കൂടെ ഓർത്തുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അതും ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻസ്. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ. കറണ്ട് കൺട്രോൾ മോഡ് ഈസ് യൂസ്ഡ് ഫോർ ഫ്ലക്ച്വേറ്റിംഗ് ബാറ്ററി ചാർജിങ്, സ്ലോ ചാർജിങ്, കോൺസ്റ്റൻറ്റ് ബാറ്ററി ചാർജിങ്, ഫാസ്റ്റ് ബാറ്ററി ചാർജിങ്. കറണ്ട് കൺട്രോൾ മോഡ് ഈസ് യൂസ്ഡ് ഫോർ, ഇറ്റ് ഈസ് ഓപ്ഷൻ സി ആണ്, കോൺസ്റ്റൻറ്റ് ബാറ്ററി ചാർജിങ് ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കറണ്ട് കൺട്രോൾ മോഡ് യൂസ് ചെയ്യുന്ന കോൺസ്റ്റൻറ്റ് ബാറ്ററി ചാർജിങ് ആണ്. എന്നൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഓക്കെ, അതായത് നമ്മുടെ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ചാർജിങ് ആണ്. ചാർജിങ് കറണ്ട് മേ ബി എക്സസീവ് വിച്ച് കോസസ് ഹീറ്റിംഗ് ഓഫ് ദി ബാറ്ററി ഡ്യൂ ടു ചാർജിങ്. അതായത് നമ്മുടെ വോൾട്ടേജ് ചാർജിങ് എന്ന് പറയുമ്പോൾ മോർ റാപ്പിഡ് ദാൻ ദി കോൺസ്റ്റൻറ്റ് കറണ്ട് ചാർജിങ് ആണ്. നമ്മൾ ഏത് ടൈം ഓഫ് ചാർജ് ഇൻ എ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് സിസ്റ്റം എന്ന് പറയുന്നത് കമ്പയർഡ് ടു കോൺസ്റ്റൻറ്റ് കറണ്ട് സിസ്റ്റം ഹാഫ് ആയിട്ട് റെഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ മെയിൻലി നമുക്ക് 2 പ്രാക്ടിക്കൽ ചാർജിങ് മെത്തേഡ്സ് വന്നു. കോൺസ്റ്റൻറ്റ് കറണ്ട് ചാർജിങ്ങും ഉണ്ട്. അതിലാണെങ്കിൽ എന്താണ്, സ്റ്റാർട്ടിങ് സമയത്ത് ബാറ്ററി എന്ന് പറയുമ്പോൾ റിലേറ്റീവ്ലി എംപ്റ്റി ആയിരിക്കും. ഓക്കെ, ഒരു സെർട്ടൺ വോൾട്ടേജ്, ഒരു മാക്സിമം വോൾട്ടേജ് എത്തിക്കഴിയുമ്പോൾ ബാറ്ററി എന്ത് ചെയ്യും? ആ ഒരു കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് വീണ്ടും ചാർജിങ് അക്കംപ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് വായിച്ച് നോക്കാം. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ. ഈ നിക്കൽ കാഡ്മിയം ബാറ്ററീസിൽ ഏത് ഡാഷ് ഈസ് കോമൺലി യൂസ് ഇലക്ട്രോലൈറ്റായിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്? നിക്കൽ കാഡ്മിയം ബാറ്ററീസിൽ ഏതാണ്? ഇറ്റ് ഈസ് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ഓക്കെ, നമ്മൾ നിക്കൽ കാഡ്മിയം ബാറ്ററിയിൽ കാഥോഡ് എന്ന് പറയുമ്പോൾ നിക്കൽ പ്ലേറ്റഡ് ആണ്, ആനോഡ് എന്ന് പറയുമ്പോൾ കാഡ്മിയം ആയാലും, ഇലക്ട്രോലൈറ്റ് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്, ഓർക്കുക. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ. ഈ ടൈപ്പ് ഓഫ് ഇലക്ട്രിക്കൽ ബാറ്ററി വിച്ച് ക്യാൻ ബി ചാർജ്ഡ് ഡിസ്ചാർജ്ഡ് ഇൻ ടു ലോഡ് ആൻഡ് ദെൻ റീചാർജ്ഡ് മെനി ടൈംസ് ഈസ് കോൾഡ്. ഏത് ബാറ്ററി ആയിരിക്കും? ചാർജ്, ഡിസ്ചാർജ്ഡ് ആൻഡ് ദെൻ റീചാർജ് മെനി ടൈംസ്. ഇറ്റ് ഈസ് കോൾഡ് റീചാർജബിൾ ആണോ, സെക്കൻഡറി ബാറ്ററി ആണോ, പ്രൈമറി ആണോ? ഇറ്റ് ഈസ് ബോത്ത് A and B, റീചാർജബിൾ ആൻഡ് എന്താണ് സെക്കൻഡറി ബാറ്ററി. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് എന്താണ്? പ്രൈമറി സെൽ, സെക്കൻഡ് സെല്ലിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ വായിച്ച് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലെഗ്രാഞ്ച് സെൽ ഈസ് മോസ്റ്റ് സ്യൂട്ടഡ് ഫോർ. ലെഗ്രാഞ്ച് സെൽ ഈസ് മോസ്റ്റ് സ്യൂട്ടഡ് ഫോർ. എവിടെയാണ് ലെഗ്രാഞ്ച് സെൽ ഉപയോഗിക്കുന്നത്? കണ്ടിന്യൂസ് യൂസ് ആണോ, ലാർജ് കറണ്ട് റിക്വയർമെൻറ്റ്സ് ആണോ, ഇൻ്റർമീഡിയറ്റ് യൂസ് ആണോ, ലാർജ് വോൾട്ടേജ് റിക്വയർമെൻറ്റ്സ് ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ സി, ഇൻ്റർമീഡിയറ്റ് യൂസ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 11ാമത്തെ ക്വസ്റ്റ്യൻ. ബൂസ്റ്റ് ചാർജിങ് ഇസ് ദ പ്രോസസ് ഓഫ് ചാർജിങ്. ബൂസ്റ്റ് ചാർജിങ് ഇസ് ദ പ്രോസസ് ഓഫ് ചാർജിങ്. ലോ കറണ്ട് ഫോർ ഷോർട്ട് ടൈം ആണോ, ഹൈ കറണ്ട് ഫോർ ഷോർട്ട് ടൈം ആണോ, ലോ കറണ്ട് ഫോർ ലോങ് ടൈം ആണോ, ഹൈ കറണ്ട് ഫോർ ലോങ് ടൈം ആണോ? ബൂസ്റ്റ് ചാർജിങ് എന്ന് പറയുമ്പോൾ ഹൈ കറണ്ട് ഫോർ ഷോർട്ട് ടൈം ആണ്. ഓക്കെ,
അപ്പോൾ ഇത്രയാണ്. അപ്പോൾ നമ്മൾ ബൂസ്റ്റ് ചാർജിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്യും. ഈ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ, ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. അപ്പോൾ ഇൻട്രസ്റ്റ് ആയവരോട് കോൺടാക്ട് ചെയ്യാം. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് എന്തായാലും നമുക്കൊരു ഷുവർ ഒരു മാർക്കോ അല്ല 2 മാർക്കോ നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു ഏരിയയിൽ നിന്ന്. ഓക്കെ, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. പിന്നെ അതുപോലെ തന്നെ ഒന്ന് 3 മണിക്കുള്ള മൊഡ്യൂൾ 1 എക്സാം ലൈവായിട്ട് വരാൻ മറക്കരുത്. എല്ലാവരും വരെ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. ഓക്കെ, താങ്ക് യു.